വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ. ഇപ്പോൾ ബീഹാറിലെ വിവാദ വോട്ടർ പട്ടിക പരിഷ്കരണം അത് സുപ്രീം കോടതി കയറി നിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. 67 ലക്ഷം മനുഷ്യർക്കാണ് വോട്ടവകാശം ഇല്ലാതായി പോയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമിക കണക്കുകൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഈ SIR-ന് ശേഷം, അതായത് വിവാദ വോട്ടർ പട്ടിക പുനഃപരിഷ്കരണത്തിന് ശേഷം നൽകിയ കരട് പട്ടികയിലും വലിയ ക്രമക്കേടുകൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അങ്ങനെ നിൽക്കുമ്പോൾ, ആ വിഷയം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോൾ, ഇതാ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പുനഃപരിഷ്കരണം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. ഇന്ന് ആ യോഗം ചേർന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതാത് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക വിവരങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. റഷീദ്, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ് ഇപ്പോൾ SIR എന്ന് പറയുന്ന ഈ വിവാദ വോട്ടർ പട്ടിക പുനഃപരിഷ്കരണം. ബീഹാറിൽ അത് വലിയ വിവാദമായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നത് പോലും മാറ്റിവെച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇത് നടപ്പിലാക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണോ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മനു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികളും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെയാണ് പാസ്സാക്കിയെടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ ബീഹാർ SIR-മായി ബന്ധപ്പെട്ടും അതോടൊപ്പം രാജ്യവ്യാപകമായും SIR നടപ്പിലാക്കുന്നതും സമാനമായിട്ടുള്ള രീതി തന്നെയാണ് കേന്ദ്ര സർക്കാർ തുടർന്ന് പോകുന്നത്. അതൊരു പതിവ് കാഴ്ചയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായിക്കൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള ഒരുക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ബംഗാളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്തണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള ഗ്യാനേഷ് കുമാറാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 11 മണിയോട് കൂടിയായിരിക്കും യോഗം ചേരുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതാത് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഗ്യാനേഷ് കുമാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും വലിയ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 10,000 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പിഴവുകളായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം വോട്ടർ പട്ടികയിലെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നീക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ യോഗവുമായി ബന്ധപ്പെട്ട പുറത്തുവിടുന്ന വിവരങ്ങൾ. അതേസമയം രാജ്യവ്യാപകമായിക്കൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നീക്കം തന്നെയാണ് ഈ യോഗത്തിൽ നടക്കുന്നതെന്നുള്ള വിലയിരുത്താനാകുന്നത്. കാരണം കഴിഞ്ഞ ഏറ്റവും അവസാനം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങളും അതോടൊപ്പം ഈ വോട്ടർ പട്ടികയിലെ മറ്റു വിവരങ്ങളൊക്കെ തന്നെയും സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനങ്ങൾ, അതായത് തമിഴ്നാട്, കർണാടക, ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ SIR-മായി ബന്ധപ്പെട്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ആധാർ അടക്കമുള്ള രേഖകൾ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള അല്ലെങ്കിൽ പേര് ചേർക്കാനുള്ള രേഖയായി സമർപ്പിക്കണം എന്നുള്ളതടക്കമുള്ള പരിഗണിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ബീഹാറിന് പിന്നാലെ വോട്ടർ അധികാർ യാത്ര രാജ്യവ്യാപകമായി നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും വോട്ടർ അധികാർ യാത്ര പട്നയിലും ബീഹാറിലും വലിയ അലയൊളികൾ സൃഷ്ടിക്കാനും ഇന്ത്യ സഖ്യത്തിന് വലിയ സാധ്യതകൾ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യവും മുന്നോട്ട് പോകുന്നത്. ശരി, ഓക്കെ. താങ്ക് യു അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.